നമസ്കാരം. 2024 BSNLനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ നിർണായകമായ മുന്നേറ്റങ്ങൾ നടന്ന വർഷമാണ്. ഏറെക്കാലമായി BSNL വരിക്കാർ ആഗ്രഹിച്ച 4G വ്യാപനത്തിൽ കാര്യമായ പുരോഗതി നേടാൻ BSNLന് കഴിഞ്ഞത് ഈ വർഷമായിരുന്നു. മാത്രമല്ല, ജൂലൈ സ്വകാര്യ കമ്പനികൾ നടത്തിയ നിരക്ക് വർധനയുടെ ഫലമായി അപ്രതീക്ഷിത നേട്ടവും BSNLനെ തേടിയെത്തിയിട്ടുണ്ട്. ജൂലൈക്ക് മുമ്പ് വരെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്ന BSNLന് കുറച്ചു വർഷങ്ങൾക്കിടയിൽ ഇതാദ്യമായാണ് മറ്റ് കമ്പനികളെ പിന്നിലാക്കി കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കി എന്ന് പറയാൻ കഴിഞ്ഞത്. ജൂലൈയിൽ മാത്രമല്ല, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസങ്ങളിലും BSNLിലേക്ക് മറ്റ് കമ്പനികളിലേക്ക് വന്നതിനേക്കാൾ കൂടുതൽ വരിക്കാർ എത്തിയിട്ടുണ്ട്. അതിന് നന്ദി പറയേണ്ടത് സ്വകാര്യ കമ്പനികളോടും കൂടിയാണ്. കാരണം അവർ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിൽ ആളുകൾക്കുണ്ടായ പ്രതിഷേധമാണ് BSNLന് ഗുണം ചെയ്തത്. 4G വ്യാപനത്തിലെ മുന്നേറ്റം ആളുകളിൽ വിശ്വാസം ജനിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ BSNL 4G വ്യാപനം ഏറെ വൈകിയാണ് ആരംഭിച്ചത്. തദ്ദേശീയമായി സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിച്ചുകൊണ്ട് 4G വ്യാപനം നടത്തിയാൽ മതി എന്ന സർക്കാർ തീരുമാനം BSNLന്റെ 4G വ്യാപനം വൈകിപ്പിക്കാൻ ഒരു പ്രധാന കാരണമാണ്. കാരണം സർക്കാർ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ അത്തരം ഒരു ടെക്നോളജി നിലവിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് തദ്ദേശീയമായി 4G ടെക്നോളജി വികസിപ്പിച്ചു വന്നപ്പോഴേക്കും ഉണ്ടായ കാലതാമസം 4G വ്യാപനം വൈകിപ്പിക്കുന്നതിനും കാരണമാവുകയായിരുന്നു. എന്നാൽ 4G വ്യാപനം ആരംഭിച്ച ശേഷം അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനകം 50,000 BSNL ടവറുകളിൽ 4G ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു. അതിനാൽ 41,000 ടവറുകളിലധികം പ്രവർത്തിക്കുന്നുണ്ട്. BSNL 4G VIP-കളെ പോലെയാണ് എന്ന് പറയാം. പരിപാടി നിശ്ചയിച്ച സമയത്ത് എത്തിയെന്ന് വരില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. BSNL 4Gയുടെ കാര്യവും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം BSNL 4G വ്യാപനം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടായില്ല. പക്ഷേ ഈ വർഷം 4G വ്യാപനം കാര്യമായി നടന്നു. അതോടെ നിരവധി പ്രദേശങ്ങളിലെ ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭിച്ചു തുടങ്ങി. ജിയോയും എയർടെലും VIയും ഇന്ത്യൻ ടെലികോം മേഖലയിൽ കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ BSNLും പ്രധാനമാണ്. സ്വകാര്യ ടെലികോം കമ്പനികൾ കടന്നു ചെല്ലാൻ മടിക്കുന്ന ഗ്രാമങ്ങളിലേക്കും കടന്നു ചെന്ന് അവിടങ്ങളിൽ 4G സ്ഥാപിക്കാൻ BSNL തയ്യാറായി. ഇത് ഡിജിറ്റൽ ലോകത്തേക്ക് ആ ഗ്രാമങ്ങൾക്ക് വാതിൽ തുറക്കുകയായിരുന്നു. അങ്ങനെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നത്തിനായി BSNLും വലിയ സംഭാവന തന്നെ നൽകുന്നുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ വരിക്കാർക്ക് തങ്ങളുടെ സിം ആക്റ്റീവായി നിലനിർത്താൻ നല്ലൊരു തുക ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ BSNL ഉപയോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ 4G സേവനം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകുന്നതിലൂടെ BSNL ഡിജിറ്റൽ ഇന്ത്യയുടെ വളർച്ചയിൽ ഒരു പങ്ക് വഹിക്കുന്നു എന്ന് പറയാം. അടുത്ത കാലത്തായി കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കാൻ BSNLന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പോരാ. ഭാവിയിൽ കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കണമെങ്കിൽ BSNL കൂടുതൽ പ്രദേശങ്ങളിൽ 4G ലഭ്യമാക്കുകയും അതിവേഗം 5Gയിലേക്ക് മാറുകയും ചെയ്യേണ്ടതുണ്ട്. രാജ്യത്ത് 4G 5G സേവനങ്ങൾ ആവശ്യമായ സാങ്കേതിക വിദ്യയും പിന്തുണയും സ്പെക്ട്രവും ഇപ്പോൾ BSNLിലുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് താല്പര്യമില്ലാത്ത ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിൽ BSNL 4Gക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. നേരത്തെ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്നറിയപ്പെട്ടിരുന്ന ഡിജിറ്റൽ ഭാരത് നിധി ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ 4G എത്തിക്കാനും BSNL ശ്രമിച്ചു വരുന്നുണ്ട്. അതേസമയം മുമ്പ് അധികം താല്പര്യം കാണിക്കാതിരുന്ന ഗ്രാമങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് സേവനങ്ങൾ അവതരിപ്പിക്കാൻ ജിയോയും എയർടെലും ഇപ്പോൾ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇത് മത്സരം കടുപ്പമാക്കും. 4G ലഭ്യമായിടത്തോളം പ്രദേശങ്ങളിൽ BSNL സേവനങ്ങളെ പറ്റി മതിപ്പാണ്. അടുത്ത വർഷം ജൂണോടുകൂടി 5G സേവനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് BSNL പ്രതീക്ഷിക്കുന്നത്. അതോടെ കൂടുതൽ ആളുകളിലേക്ക് അതിവേഗം ടെലികോം സേവനങ്ങൾ എത്തിപ്പെടുകയും ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ച കൂടുതൽ പുരോഗതി പ്രാപിക്കുകയും ചെയ്യും.